സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. സുരക്ഷിതരാവുക. മദ്യപിച്ച് വാഹനമോടിക്കരുത്. ശരി മിസ്. ഒന്ന് സ്റ്റാഫ് റൂം വരെ വരാവോ? അവിടെ എന്താ? അതൊക്കെ ഉണ്ട്. വാ വാ. എന്താ എന്താന്ന്? ചിരിയറിഞ്ഞ തീരം ചിറകുവച്ച പ്രായം മിഴി നിറയ്ക്കയാണോ മിഴി നിറയ്ക്ക. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇല്ല വീട്ടിൽ. എടാ നിനക്കെന്താ ബിടെക്കിനോട് ഇത്ര ദേഷ്യം? എടാ എനിക്ക് ഇനി യൂണിഫോം നടക്കാൻ വയ്യ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? LKG തുടങ്ങിയല്ലേ? വെള്ള നീല്, പച്ച നീല്, ചെക്ക് നീല്. ഇനിയിപ്പോ ബിടെക്കിന് അഡ്മിഷൻ കിട്ടിയാൽ അവിടെ പോയിട്ട് യൂണിഫോം ഉണ്ട്. അത് കഴിഞ്ഞാൽ IT കമ്പനി ജോലി കിട്ടിയാലോ അവിടെ ഈ സാധനം തന്നെയല്ലേ ഇടുന്നത്.
എടാ പണ്ട് ഈ ഗൂർക്കൾക്ക് സെക്യൂരിറ്റികൾക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ യൂണിഫോം, നിനക്കറിയൂ? ഓ ഞാൻ ഏതെങ്കിലും ആർട്സ് കോളേജിൽ പോയി പഠിച്ചോളാം, എനിക്കത് മതി. ശരിയല്ലേ? എന്നിട്ട് വേണം വെറൈറ്റി ഡ്രസ്സൊക്കെ ഇട്ട് പോയിട്ട് ഒരു സുന്ദരി കൊച്ചിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത്, അത് കുറവാണ്, അതിനപ്പുറത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിനിമം ഒരു ഉമ്മെങ്കിലും കൊടുക്കണം അവൾക്ക്. എടാതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കായിരിക്കുന്നു. നീ ആ ബബ്ലൂസായിട്ട് സെറ്റാണല്ലേ? ഗ്ലിറ്റർ, സ്കൂട്ടർ. അയ്യേ, അവൾ എന്റെ ഡേയ്സ് ഒന്നുമല്ല, ഇനി പാടാം. എനിക്ക് നല്ല നല്ല നിലാവിന്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളെ അങ്ങനത്തെ ഒരു നല്ല കുട്ടി വേണം. എന്നിട്ട് അവളെ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കണം. എന്നിട്ട് അവളെ തന്നെ കല്യാണം കഴിക്കണം. ഊള, നീ ആത്മാർത്ഥത്തെ എന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. നീ പടേ കൊടുക്കട്ടെ. എടാ കുപ്പി നോക്കി കാണുമ്പോ തന്നെ എന്തൊരു ഐശ്വര്യല്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും അല്ലേ? ഇത് പൊട്ടിക്കാനുള്ള സാധനം ഉണ്ട്. ഓപ്പൺ എയർ ആണ്? ഓപ്പണർ അല്ലടാ, ഓപ്പണർ. പല്ലുണ്ട് പോരെ? കടിച്ചുട്ടിയോ? പല്ല് വെച്ചിട്ടോ? നിനക്കറിയോ? കുടിക്ക്, ആദ്യം നീ തന്നെ കുടിച്ചോ, ആ തുപ്പലൊക്കെ പോട്ടെ. മകിടിയ സൂപ്പർ സാധനടാ, കുടിച്ചോക്കി. സൂപ്പർ സാധനം, കുടിച്ചോക്ക്. ചെറുതായിട്ടൊരു ചവർപ്പുണ്ടല്ലേ? എനിക്കും തോന്നിയത്. കുടിച്ചോക്ക്, കുറച്ച് കുടിച്ചോക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. ഈ വെള്ളത്തിൽ പോയി എനിക്ക് നീന്തി എടുക്കാനൊന്നും പറ്റില്ല. സേവനപ്പുണ്ട് എന്റെ എന്റെ മൂല ഇതല്ല നീ മേടിക്കാൻ പറഞ്ഞേ. നീ കുറച്ചുകൂടി കുടിച്ചോക്ക്. എനിക്ക് വേണ്ട. കുട്ടിക്കാനത്താ വീട് അല്ലേ? അതെ സർ. നല്ല തണുപ്പാ, എനിക്കിഷ്ടാ. അപ്പൊ ഹോസ്റ്റല് വേണ്ടേ? വേണ്ട സർ. വേണ്ടേ? വീട് കുട്ടിക്കാലത്താണേലും +2 മുതൽ അവൻ ഇവിടെ അമ്മ വീട്ടിൽ നിന്നാ പഠിച്ചേ. പോയി വരാവുന്ന ദൂരേ ഉള്ളൂ. ഓ, ഞാൻ വിളിപ്പിച്ചതേ ഈ കമ്മ്യൂണിറ്റി കോട്ടയിലാവുമ്പോ അച്ഛന്റെ ഒപ്പ് വേണ്ടേ? അച്ഛൻ മരിച്ചുപോയി സാർ. അയ്യോ, കുട്ടിക്കാനം പള്ളിയിൽ വികാരിച്ച മരിച്ചാ? എപ്പാ? അയ്യോ സാറേ, മരിച്ചത് എന്റെ അച്ഛനാ. വികാരി അച്ഛൻ്റെ ഒപ്പം ഈ ആഴ്ച തന്നെ കൊണ്ടുതരാം. ഞാനത് പേടിച്ചു പോയി. അങ്ങനെയാണെങ്കിലേ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് ചെന്ന ഇടതുവശം കാണുന്ന ആദ്യത്തെ ബ്ലോക്ക് നേരെ അങ്ങോട്ട് ചെല്ല്. അവിടെ എന്താ സാറേ? അവിടെയാണ് തന്റെ ക്ലാസ് റൂം. മലയാളം. അപ്പൊ നമ്മൾ പിന്നെ ഒരേ ക്ലാസ്സിൽ പഠിക്കാൻ പോവാ. നിക്ക്, പുതിയൊരു സ്ഥലത്തേക്ക് പോവല്ലേ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. പരമശക്തനും കാരുണ്യവാനുമായ ദൈവമേ, നിന്റെ സ്വർഗ സന്നിധിയിൽ നിന്നും നീ ഞങ്ങൾക്ക് സമ്മാനിച്ച ഞങ്ങളുടെ മക്കൾ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് കടക്കുന്ന ഈ വേളയിൽ നീ അവരോട് കൂടെ ഇരിക്കണമേ. എല്ലാ തിരുവോളം വന്ന് ചാടിയപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ടോ. ആടാ, അല്ല ഇംഗ്ലീഷ് എടുത്താൽ മതിയായിരുന്നു. എടാ ആ കൊച്ചെങ്ങനെ നോക്കി. എടാ നീ ഇവിടെ ദേ ആ നീല സുന്ദരിയാന്നാണല്ലേ? പേരെന്താ? നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ദൈവമേ അവസ്ഥ. എന്താ അളിയാ, എടാ തട്ട് അങ്ങനെ ഉണ്ടടാ, അവള് സുന്ദരിയാടാ. ഒരു ലോഡ് കുടുംബക്കാരും ഒരു മയമില്ലാത്ത ഇടിയായിരിക്കും. വേണ്ട. ഏതേ പുള്ളി? നല്ല പ്രായമുണ്ടല്ലോ, പഠിക്കാൻ വന്നെങ്ങനാണോ? ഹലോ ജോബി ജിൻഡോ ബ്രദറാണ്. ആരുടെ? സെമിനാറിലാണ്, അതുകൊണ്ടാണ് ബ്രദറാന്ന് പറഞ്ഞത്. എൽദോ ജോൺ. ജോബി
ഞങ്ങളെ പോലെ മാർക്ക് കുറവായിരിക്കും അല്ലേ 12ാം ക്ലാസ്സിൽ? അല്ല, ഞാൻ മലയാളം എടുക്കാനാണ് താല്പര്യം, അതുകൊണ്ടാണ്. മലയാളം പഠിക്കാനല്ലേ? അതെ അതെ. ബ്രദറിന്റെ ഇവിടെ കേരളത്തിലല്ലേ? അതെ. ആരോ എൻ്റെ കേട്ടോ ഇത് സാറാണ് പഠിപ്പിക്കാൻ. ഈ പെൺകുട്ടികളുടെ പുറകെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല സാർ. എന്നാ പിന്നെ കുറച്ചുപേര് ഫ്രണ്ട് ബെഞ്ചിലൊക്കെ കടന്നിരിക്കേ. +2 തന്നെ ഉണ്ടല്ലോ. ഇങ്ങോട്ടിരിക്കേ. എടാ മൂലിലേക്ക് വെക്കോ. നിങ്ങൾ അങ്ങോട്ട് കയറിയിരിക്കേ. എന്താ ആൺകുട്ടികളുടെ ബെഞ്ചിൽ ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങോട്ട് കയറിയിരിക്കേ. ഞാൻ CI ഗീവർഗീസ്. സാധാരണ കുട്ടികൾ എന്നെ ഗീവർഗീസ് സാർ എന്നാണ് വിളിക്കാറ്. അങ്ങനെ വിളിക്കാൻ വിരോധം വല്ലതും ഉണ്ടോ? ഉണ്ടോ? ആ, ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. അല്പസ്വല്പം കലാവാസനയൊക്കെയുള്ള കുട്ടികളാണ് സാധാരണ മലയാളം പ്രധാന വിഷയമായിട്ട് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെയൊക്കെ കലാവാസന ഞാനൊന്ന് കാണട്ടെ. ഈ ക്ലാസ്സിൽ ആരെങ്കിലും നന്നായിട്ട് പാടുന്നവരുണ്ടോ? സർ സൂരജ് നന്നായിട്ട് പാടുപെടും. ഓ, ആരാ സൂരജ്? സർ ഞാൻ തന്നെയാ സൂരജ്. ആണോ? വേറെ എനിക്കറിയില്ല. നന്നായിട്ട് പാടുവോ? ആ പാടാം സർ. എന്നാ പിന്നെ ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ചെമ്പകമേ ചെമ്പകമേ. മതി 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 മതി. അല്ല സർ എന്നും അത്ര നന്നായിട്ട് പാടണമെന്നില്ല സൂരജ്. ഇരുന്നോളൂ. അല്ല സർ നീ മര്യാദ അവിടെ ഇരിക്കണോ? വേണ്ട. വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ പാട്ട് ഉണ്ട് പാടുന്നത്? സാർ. കുഞ്ഞൽദോ നന്നായിട്ട് പാടും സാർ. ഇയാളാണോ കുഞ്ഞൽദോ? അല്ല സാർ, ഞാൻ ജിൻഡു. ഇതാണ് കുഞ്ഞൽദോ. ഈ കുഞ്ഞൽദോ നന്നായിട്ട് പാടുന്നു ഇയാൾക്ക് എങ്ങനെ അറിയാം? അല്ല, കുഞ്ഞൽദോ എന്റെ കസിനാണ്, അപ്പൊ അങ്ങനെ അറിയാം. എന്നാ പിന്നെ കുഞ്ഞൽദോ ഒന്ന് പാടിയട്ടെ. നേരെ നോക്കടോ, പാട്. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. സാർ ആരാ? എന്താ മലയാളമാണോ? അതെ സാർ. എന്താ പേര്? നിവേദിത. എന്താ വൈകിയത്? അത് ലേറ്റായി പോയി സാർ. ആ കയറിയിരിക്കേ. താങ്ക് യു സാർ. ടീച്ചറെ ഒരു കാര്യം ചോദിച്ചോട്ടെ? സീനിയേഴ്സ് പറഞ്ഞിട്ടാണ് റാഗിങ്. പറഞ്ഞോടാ. ടീച്ചർ കല്യാണം കഴിച്ചാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞ ഒരു പുള്ളിക്കാരിക്ക് 7 മാസം. സോറി. എടാ എന്തായി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, എനിക്ക് ഇന്നത്തേക്കുള്ള ആയിണ്ട്. എടാ നമുക്കൊന്ന് ചാപ്പ് കയറി പോട്ടെ. ഈ സമയത്ത് വാ വാ വാ. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഏത് തരക്കാരൊന്നും ഞാൻ തിരക്കില്ല. ഇനിയിപ്പോൾ എങ്ങനത്താണെങ്കിലും നിനക്കൊരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. അവളെനിക്ക് തരില്ലെന്ന് മാത്രം പറയരുത്. ദേ, ഇല്ലാത്ത കാശുണ്ടാക്കി ഒരു കൂടും മെഴുകുതിരെ ഞാൻ കത്തിച്ചേക്കും. തൽക്കാലത്തേക്ക് നേരിട്ട് മുട്ടാൻ ഒരു വഴി അത് നീ കാണിച്ചായിരുന്നു. പ്ലീസ്. ചെമ്പകമേ ആയതുകൊണ്ട് ഇന്ന് സാറ് എന്താ എല്ലാം സീരിയസ് കാര്യം
കരഞ്ഞോണ്ടിരുന്ന നീ നമുക്ക് വഴിയുണ്ടാക്കാം. നിനക്ക് അത്ര പ്രശ്നമാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാം. ദേ ഓരോരുത്തരായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല അടക്കമൊക്കെയുള്ള പിള്ളേരാണല്ലോ. ബെല്ലടിച്ചൊന്നും കേട്ടില്ലേ? വന്നിരിക്കും. ഇരി. അറ്റൻഡൻസ് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇപ്പൊ നമുക്ക് ക്ലാസ് ആയിട്ട് അങ്ങ് തുടങ്ങാം. പിന്നെ നോട്ട്സ് സെപ്പറേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചാൽ ആരും നോക്കിയിരിക്കണ്ട. പിള്ളേരൊക്കെ നോക്കുന്നുണ്ട്. നീ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കും. കഴുത്തറയ്ക്ക് മേലങ്ങ് ചാരുമുഖി. എന്തൊരർത്ഥം ഇത്? മിൻസാന്നല്ലേ പേര്? ആ, ഈ കുട്ടിക്ക് എന്ത് പറ്റി? രാവിലെ മുതൽ കരച്ചിലാണല്ലോ. അത് എന്താ നീ ഇതിനോടെ കൈ പിടിച്ചു വെക്കുന്നത്? മറ്റോ കാണിച്ച അറമ്പറപ്പ് നമ്മളെ കണ്ണൂരമ്മ ചാന്നും കിട്ടല്ലോ. അവന്റെ കൈയും കാലും പറ്റി ഇപ്പൊ വീട്ടിലെത്തിച്ചിട്ടുണ്ടാവും. നീ പറ മിൻഷ. എന്താ കാര്യം ഞാൻ പറയാം. ഇന്ന് രാവിലെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോ ഒരു സീനിയർ ചെക്കൻ വന്ന് ഞങ്ങളെ പിടിച്ചിരുത്തി. നിന്റെ പേരെന്താടി? നിന്റെ പേരെന്താന്ന്? നിവേദിത. ഓ നിവേദിത. എന്തിനെങ്ങനെ പേടിക്കുന്നേ? നിവേദ രാവിലെ എന്താ കഴിച്ച? നിന്റെ വായിക്കാതെ എന്താടി നാക്കില്ലേ? മറുപടി പറയടി. ഇഡ്ലിയാ? എന്നിട്ട് മോള് വെള്ളമൊന്നും കുടിച്ചില്ലേ? ചങ്കത്തുനിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. എന്താ അവന്റെ പേര്? അതറിയില്ല. നമ്മുടെ തന്നെ ഒരു സീനിയർ ചേട്ടൻ വന്നിട്ടാ ഞങ്ങളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നേ. എല്ലാരും ആട്ടിന് ഇക്രൂന്നാ വിളിക്കല്. ചില സമയം ആ ആട്ടിനോട് വെച്ച് അറിയാൻ പറ്റുമായിരിക്കും. ഇരിക്കണോ ഞാനൊന്ന് പറയട്ടെ. ഈ പിള്ളേരുടെ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ചേട്ടൻ അവന്റെ പേരെന്താണെന്ന് പറയൂ. ഇങ്ങനെ തിരക്ക് പിടിക്കല്ലേ. പ്രദീപ് ഒരു സ്ഥിരം പാലുമ്പളം ചായ എടുത്തേ. ഓക്കെ ഇവിടെ ഈ തല്ലി തീർക്കാനാണെങ്കിലേ ഇതത്ര വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. ഇപ്പൊ ഞാൻ തന്നെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ട് 2 കൊല്ലമായി. ഇത് കണ്ടില്ലേ? അല്ല അത് എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനൊന്ന് പേര് പറയാൻ പറ്റേ? സനീഷ്. ഇത് കേട്ടാ മതി എനിക്ക്. ഇവിടെ അവന്റെ പേര് സനീഷ് എന്നാണ്. അവന് വേറൊരു പേരുണ്ട്, പാമ്പ് സനീഷ്. പിന്നെ അവനൊരു അമ്മാവനുണ്ട്, ബിജു. പേര് കേട്ട ഗുണ്ടയാ. നിങ്ങളെന്താ അവനെ തല്ലിയ നാളെ ചവർ ബിജു നിങ്ങളെ തല്ലും. ആകെ പ്രശ്നമാകും. വെറുതെ അടി അങ്ങോട്ട് കിട്ടും. ഗിവ് ആൻഡ് ടേക്ക്. മനസ്സിലായല്ലോ? ഈ മാലാക തന്റെ അമ്മാവന്റെ സ്വർഗത്തിലൊന്നല്ലോ. പാന്റ് ഷർട്ട് ചോദിക്കണ്ടേ? നമുക്കൊന്ന് ചോദിച്ചാ നമ്മൾ കാണുന്നില്ല. കുറച്ചൊന്നും മാറിയത് ഈ മാക്രി കടിക്കണതാ. ഞാൻ ചോദിച്ചോളാം. നിങ്ങൾ ചേട്ടാ എന്താ അവനിപ്പോ എവിടെ കാണുമെന്ന് പറയോ? അവനങ്ങനെ ക്ലാസ്സിൽ കയറുന്ന സ്വഭാവമൊന്നുമില്ല. ആ ഗ്രൗണ്ടിൽ കാണും. നല്ല കളിക്കാരനാ. ആ ഹോക്കി. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ടോണി ചേട്ടൻ തന്ന ഇത് ഉദ്ഘാടിക്കാനുള്ള വിധി അവനായിരിക്കും. എടാ അത് ഹോക്കി കോട്ടാണ്. പോരാത്തന്നെ അവിടെ സ്പോർട്സിലെ പിള്ളേരും. അതെ പോണ ഹോക്കി കോട്ടൊന്നല്ല, അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും. ഇതിലാരാടാ സനീഷ്? ഞാനാ. എന്താടാ അവനാ? നീ ഞങ്ങളുടെ ക്ലാസ്സിൽ എടാ ഹോസ്റ്റലിൽ കൊണ്ടോട്ടോ. കരയിലെ കണ്ണിനെട്ടിയിട്ട് വേദന ഉണ്ടാവും. ഈ വണ്ടിക്ക് ഇത്ര സ്പീഡുള്ള? ഇത് എനിക്കറിയോ, നീയല്ലേ വണ്ടി ഓടിക്കുന്നേ?
എനിക്ക് ഇതാണല്ലോ പണി. പെട്ടെന്ന് വിടങ്ങോട്ട്. അയ്യോ പെട്ടെന്ന് പോലീസ് 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 അയ്യോ പോലീസ് ലൈസൻസ് ഉണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അതല്ലടാ ഇപ്പൊ എന്ത് ചെയ്യും? അതെനിക്കറിയില്ല. ഞാൻ നോക്കാം. ഹായ് പരിചയമുണ്ടോ ഇനി? ബൈ. ആ പൂക്കളായിട്ട് ചേച്ചിനെ കാണാനേ സുമല നേരം കഴിഞ്ഞു കഴിഞ്ഞു ശവം. എടാ അങ്ങനെ പറയല്ലേ. എടാ അതല്ല ഒറിജിനൽ ശവം. വണ്ടി ചോദിക്കണം. എടാ വണ്ടി റിവേഴ്സ് വണ്ടി ഓടിക്കാൻ അത് വെച്ചു. ഇത് എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? കളിച്ചോണ്ട് ബോൾ കൊണ്ടുവാ. സ്റ്റിച്ച് ബോള്. ഇരിക്കും. ഡോക്ടർ വേറെ ആളെ നോക്കിക്കൊണ്ടിരിക്കുക. അതെ ഇവിടെ രക്തമല്ല ആവശ്യമുണ്ടോ? കണ്ണിനടിയായിട്ട് എന്നോട് രക്തം കൊടുക്കുന്നേ? അല്ല അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ആകുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ആണ്. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണ്. നിങ്ങൾ ആദ്യം ആ ചെക്കിന് വല്ലതും കുടിക്കാൻ വാങ്ങിച്ചു കൊടുക്ക്. നല്ല പരവേശം കാണും. എടാ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കോളൂ. പൈസ ഇല്ല. അതെ അതെ മൊത്തം കുടിക്കല്ലേ, കുറച്ച് മതി. അതോട്ട് വാ. പോകുമ്പോ ഓട്ടോഷ ടീച്ച് പൊട്ടിക്കാം. നല്ല സൗണ്ട്. നോക്കിയടാ, ഇത് മറ്റേ ഓസിയാറിന്റെ കുപ്പി കള്ളച്ചേട്ടനെ പോലെ ഇല്ലേ? ശരിയാ, അവളിപ്പോ കറുപ്പൊക്കെ കറക്റ്റ് കൊള്ളക്കാരല്ലേ? മര്യാദക്ക് ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ കേട്ടില്ലല്ല. എന്തായാലും ഒരു കാര്യത്തിൽ അഭിമാനിക്കളിയാ. നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിൽ ജോയിൻ ചെയ്തിട്ട് ഇടികൊണ്ട് ഇത്രയും പെട്ടെന്ന് ഫേമസ് ആവുന്ന വേറൊരാളിയാ. അഭിമാനിക്കളി അഭിമാനിക്ക. കുഞ്ഞൽദോ ഇതെന്താ ചെയ്യണ്ടേ? ബോണ്ടറജിയുടെ കരുത്തുറ്റ ബാറ്റിംഗ് പ്രകടനത്തിന്റെ ബലത്തിൽ പഞ്ഞിമുക്ക് പടുത്തുയർത്തിയ കൂറ്റൻ സ്കോറിനെ മറികടക്കാൻ മടത്തിപ്പറമ്പിന് കഴിയുമോ? കായിക ലോകം ഉറ്റുനോക്കുന്ന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണികളുടെ മനസ്സിൽ ആവേശത്തിന് തിരിയിളക്കാൻ ബൗളറുടെ കണ്ണിൽ മടത്തിപ്പറമ്പിന്റെ അഭിമാന താരം ഷമീറാണ് ആദ്യ പന്ത് നേടുന്നത്. സീമോൻ കുന്നേന്റിൽ നിന്നും പാഞ്ഞെടുക്കുന്ന ബിജുവിന്റെ ആദ്യ പന്ത്. ആ ഇടിമുഴക്കം തീർന്നു. ഈ സീസണിൽ നീ 2 കിടന്നിട്ടില്ല കേട്ടാ. 3 കാണിച്ചടാ. ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായില്ലേ, പിന്നെ എന്തിനു വേണ്ടി ഇറങ്ങണേ? ബോളിംഗ് പിച്ച്, ബോളിംഗ് പിച്ച്. കൊതിയായിട്ട് പാടില്ല. നീ വാള് വാസന കേട്ടിട്ടുണ്ട്? ചവറ ബിജു ആരവരൊക്കെ എനിക്കൊന്നും അറിയില്ല. അതാ ഞാനും ആലോചിക്കുന്നത്. എടാ ഇവരൊന്നും കോളേജിൽ വന്നിട്ടില്ല, പക്ഷെ ഇവരുടെയൊക്കെ പേരിൽ എത്ര പേരാന്നൊരു കോളേജിൽ വിലസുന്നത്. അതിന് നിന്നെ ഒന്ന് കോളേജിൽ അവതരിപ്പിച്ചാലോന്ന്. അതിനെന്റെ വിദ്യാഭ്യാസം അതെനിക്കറിയാലോ. 10ാം ക്ലാസ്സിൽ തോറ്റവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടില്ലായിരിക്കും. പക്ഷേ അവിടുത്തെ സർവ്വസുന്ദരിമാരുടെ ഇടയിൽ ഒരു വിലസനൊന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടളിയ, എന്നും എപ്പോഴും. സൂര്യ ഒരടിപൊളി പേര് വേണം, കേൾക്കുമ്പോ തന്നെ ഞാൻ. നിന്റെ ശരിക്കുള്ള പേരെന്താ? ഷമീർ LS. LS അല്ല, ഓർഡിനറി. എടാ ഈ ഗുരുവായൂർ കേസ്, മംഗലശ്ശേരി നീലകണ്ഠൻ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു എടുപ്പുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പേര് വേണം.
ഓ ചേട്ടാ ഈ പാട്ടൊന്ന് മാറ്റോ? കോട്ടയം പുഷ്പനാഥ്. നിന്നെ നോവൽ എഴുതാനല്ല കൊണ്ടുപോകുന്നത്. മുണ്ടക്കാടൻ ഷമീർ. അതോ നിനക്ക് വന്നിട്ട് ഞാൻ മറ്റേ കീരിക്കാടൻ ജോസിനെ അടിച്ചു മാറ്റി തരാം. ആ മതി, അത് മതി. അപ്പോ ഇനി മുതൽ നിന്റെ പേര്? നിന്റെ പേര് മുണ്ട്. മുണ്ട് മുണ്ടല്ല ഷഡ്ഡി. പോളാക്കൂട്ടാ. എന്താ മിനിമോളെ? എടാ അവളെ എന്നെ ഉമ്മാക്കാൻ വേണ്ടി വിളിച്ചതല്ല, പാസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചാണ്. പെട്ടെന്ന് കയറി പൊട്ടിച്ചൊന്നാണ്. ഇത് ഊളാണത്. പോടാ, ഹെൽമെറ്റ് ഉണ്ടായിപ്പോയി. നിന്നെ നോക്കി കണ്ണുരുട്ടി കാണിച്ച നീ എന്റെ പിള്ളേരുടെ കണ്ണടിച്ച് പൊട്ടിക്കുന്നു കേട്ടല്ലോ. ആരാടാ നീ? അടിപൊളി. തല്ലിക്കാൻ കൊണ്ടുവന്ന അത് ഇവിടെ ഇട്ട് എന്നാ തല്ലിക്കടാ. തല്ലടാ. ഇനി നീ എന്റെ പിള്ളേരെ തൊട്ട ജീവിതകാലം മൊത്തം ചിക്കിച്ചെടുക്കേണ്ടി വരും. നിനക്ക് ആരോടാ പാമ്പേ ഞാൻ ആരാന്ന്? ഇല്ല. മുണ്ടക്കാടൻ ഷമീർ. മറക്കരുത്. മറക്കില്ല. അടിയാ ആദ്യത്തെ വാണി കിട്ടിയില്ലേ? അടിയൊക്കെ ഞങ്ങള് ആണുങ്ങൾക്ക് പറഞ്ഞ പരിപാടി കേട്ടോ. അതൊക്കെ കിടക്കട്ടെ. എന്തായാലും ആ പ്രിൻസിപ്പൾ വരുന്നതിന് മുമ്പേ ആ മുണ്ടാടൻ പറഞ്ഞിട്ട് നന്നായി. എന്ത് കാടായാലും കുഴപ്പമില്ല. അവനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലേ അത് വേറെ പ്രശ്നമായേനെ. ഔട്ട്സൈഡേഴ്സിനെ കോളേജിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. വാണിയും കിട്ടിയല്ലേ? 2 പേർക്ക്. സോറി കുഞ്ഞൽത്തോ, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനങ്ങ് പറഞ്ഞു പോയതാ. ഇങ്ങനൊന്നും വരുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മൾ കുറച്ചാ കുഞ്ഞൽതോ അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഓളിപ്പോ നമ്മളോട് മിണ്ടൊന്നും കൂടിയില്ല. എവിടെയും വിളിച്ചിട്ടും വരുന്നില്ല. എന്നിട്ട് അവളോട് ഞാൻ കാരണം കുഞ്ഞലിന്റെ പ്രിൻസിപ്പളുടെ മുന്നിൽ ഒരു വഴക്കാളിയായല്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനൊക്കെ ഇതിനെ മീശം വെച്ച് ആണാന്ന് പറഞ്ഞ് നടക്കുന്നത്. എടാ അവനതിന് മീശയില്ലല്ലോ. എടാ പൊട്ട, അതവൻ സ്കോർ ചെയ്തതാ. നീ അവളുടെ മുഖം നോക്കി. കുഞ്ഞൽതോ, നീ NSS ക്യാമ്പിന് പേര് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കുഞ്ഞൽതോ പേര് കൊടുത്താ ഇവിടെ പലരും പേര് കൊടുക്കും. ഏടക്കാ ഓ അല്ല നിക്ക്. ഒരു വഴി കാണിച്ചു തന്നെന്ന് പറഞ്ഞപ്പോ ഇവിടെ തന്നെ കൊണ്ട് കാണിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. നിങ്ങൾ ഒരു രക്ഷയില്ലാട്ടോ. നിനക്ക് അഭിനയിച്ചാകാൻ അറിയോ? എക്കണോമിക്സിലുള്ള ഉള്ള ആ ചപ്പത്തനല്ലേ അവനെ ഈ പെമ്പിള്ളേർ കൈ നോക്കൽ ഇച്ചിരി കൂടുതല. ഒന്ന് സൂക്ഷിക്കണം. എന്റെ നിബിയുടെ കയ്യിലെങ്ങനെ തൊട്ടുണ്ടല്ലോ അവന്റെ കൈ പറ്റും. പിന്നെ മറ്റേ കാര്യം അത് പേടിക്കണ്ട. ലവ് മാരേജ് ആണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? നീ ഏത് കൈവച്ചൊക്കെ തുടച്ചുണ്ടാകണം? ആമ്പിളറെ കൈ നോക്കൂലേ? പെങ്ങളെ പോലെ പെങ്ങളാന്ന് പറയണം. ഇവിടെ ഉറക്കപ്പെട എല്ലാരും കേക്കട്ടെ.
ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ട് അവന്റെ കൈ നോക്കിയേ. ലവ് മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ കുഞ്ഞെന്തോടെ കയ്യിലുണ്ടോ നോക്കാൻ പറഞ്ഞു. വലിച്ചോ വലിച്ചോ കൂടി വലി. എന്ത് വാടി ഇതുവരെ ഇത് എന്തിനാ ദുശീലങ്ങളൊക്കെ അവനെ കൂടെ പഠിപ്പിക്കുന്നത്? കണ്ടോ, ആ പാവത്തിന് ശ്വാസം പോലും കിട്ടുന്നില്ല. ഓ പിന്നെ നീ ബ്രദറല്ലായിട്ടുള്ളൂ, നീ അച്ഛനായിട്ട് ഉപദേശിച്ചു തുടങ്ങിയാൽ മതി കേട്ടാ. നല്ല സാധനമുള്ള മോനെ സൂരജ്, ഒരു കാര്യം ചോദിച്ചാൽ നീ എൻ്റെ അടുത്ത് സത്യം പറയണം കേട്ടാ. അന്ന് ക്യാമ്പിൽ അടുക്കള കമ്മിറ്റിയിൽ അവളുടെ പേര് കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അവളെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി നീ തന്നെ ഇത് ചേർത്താന്ന് പറയണം. എവിടെ വെച്ചായിരുന്നു? നമ്മുടെ വിറകുവരില്ലേ, നമ്മുടെ സ്കൂളിലെ. അവിടെ ചേർന്നു. അവിടെ വെച്ചാ ഭീകരണ. നീ ഡീറ്റെയിൽ ഇട്ട് പറടാ. അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്തിരിക്കണ്? ഇതൊക്കെ എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. നിനക്കില്ലേ? 2 times. നിനക്കില്ലേ? എനിക്ക് ബ്രദറേ മാതാവേ, നിന്നെ പറ്റി ഇങ്ങനൊന്നും കേട്ടില്ലല്ലോ ഇതുവരെ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ എന്തിനാടാ ഇതൊക്കെ? നീരാടുവാൻ നീരാടുവാൻ. ജന്മകാലം തൊട്ട് സ്ത്രീ സാമീപ്യമെന്നറിയാത്ത ദൃശ്യസിംഹ ജനിച്ചാക്കി പിതാവിത ഒരു യാത്ര പോവുകയാണ്. കലോത്സവത്തിൽ പങ്കെടുക്കാവുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് വേദി 3-ലെത്തി അവനവന്റെ ചെസ് നമ്പർ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ബാഡ്ജ് എല്ലാവർക്കും കൊടുക്കണ്ട, യൂണിയനിലുള്ള മെമ്പേഴ്സിന് മാത്രം കൊടുത്താൽ മതി. നിനക്കെന്ത് പറ്റി? അല്ല സാർ, മിമിക്രിയുടെ പ്രാക്ടീസ് ആണ് സാർ. ഓ, മിമിക്രി ഉണ്ടോ? അതെ സാർ, മിമിക്രി ഉണ്ട് സാർ. സ്റ്റേറ്റില് ഫസ്റ്റ് ആയിരുന്നു. മത്സരിക്കാൻ വേറെ ആരും ഉണ്ടായില്ല? ഉണ്ടായിരുന്നു. രണ്ടുപേരും. പ്രമാണം രാജാവേ. പ്രമാണമല്ല പ്രണാമാന്ന് എത്ര പറയണം പുല്ലേ. അടുത്തതായി എന്നെ പറഞ്ഞു അടിച്ചതാരാണ്? ആണ്ടവനും അത് സീർജിയും അടിച്ചതല്ല, ചവിട്ടിയതാണ്. അതും സൂസിട്ട് കാലം ചെറുതായിട്ട് മാറിപ്പോയവർ. താങ്ക്സ്. ആരടാ? ഏതാണടാ? കാണിച്ചു കേട്ടോ. ഒരു തുണ്ടി കണ്ടൊരു മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ എഴുതണ്ടോ? ആ പൊട്ടൻ കപ്പനിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ കലാതിലകം ഒന്നെടുത്തോണ്ട് പോടോ അവിടെ. The virus and the eyes and the water really clear, so visit, better than you, better do what you can. One scene of that, don't be a muscle man. You മതി മതി മതി. കോളായിട്ടോ? ബാക്കി ഞാൻ പെർഫോമൻസ് പിടിച്ചോളാം. അല്ലയോ വായുപുത്ര? കുഞ്ഞൽദു, എടാ നീ ഇവിടെ കുട്ടി ഹോസ്റ്റലിൽ പോവോ? എനിക്ക് ഒപ്പനയ്ക്ക് പാട്ട് പാടാൻ പോകണം. കുച്ചിപ്പുഴ കോസ്റ്റ്യൂമൊക്കെ അവിടെ ഇരിക്കുന്നത്. ചേച്ചി ഉണ്ടാവട്ടോ അവിടെ? കുഴപ്പമില്ല, നീ പോയിക്കോ. എടാ ഞാൻ വരുന്നത്. ജ്യേഷ്ഠ, അങ്ങ് മറന്നു. നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് സീതയെ രക്ഷിക്കാൻ അങ്ങ് ലങ്ക വരെ പോകേണ്ടതാണ്. അങ്ങ് വന്നില്ലെങ്കിൽ ഞാൻ ഈ സീതയും കൊണ്ട് അങ്ങ് പോകും. പിന്നെ കഥ തിരിച്ചെന്നും പറഞ്ഞ് വെറുതെ എന്റെ മേത്തേക്ക് കയറാൻ വരരുത് കേട്ടാ. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ ആക്കിട്ട് വരാം. നിക്ക് 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 നിക്ക്. എന്താ? അവനോന്റെ പ്രോപ്പർട്ടി അവനോൻ തന്നെ സൂക്ഷിച്ചോ. നല്ലത് മാത്രം വരും. അഹങ്കാരി. ഒന്നുമില്ല. ഇതെന്തിനാ വില്ലും പിടിച്ചോണ്ട് നടക്കുന്നത്? ഇതേ തെർമോക്കോള എവിടെയെങ്കിലും വെച്ചിട്ട് ഒടിഞ്ഞു പോയാ യുദ്ധം ചെയ്യുമ്പോ എനിക്ക് കൊലക്കാനൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഈ ഡാൻസിൽ റെഡി ആകുമ്പോഴേ മുഖത്ത് ഒരുപാട് പെയിന്റ് ഒന്നും വരുത്തേക്കണം.
ഞാനേ കുച്ചിപ്പിടിക്കാൻ സ്റ്റേജിൽ കയറാൻ പോകുന്നത്. അപ്പൊ പിന്നെ മേക്കപ്പ് ഇല്ലാതെ കയറാൻ പറ്റുമോ? അങ്ങനെയല്ല, ഈ മേക്കപ്പ് ഇട്ട പെമ്പിള്ളേരെ കാണുമ്പോഴേ ഒരുമാതിരി മരുന്നടിച്ച ആപ്പിളോ എനിക്കിഷ്ടം. എന്നിട്ട് നമ്മുടെ മുഖത്ത് ഒട്ടും മരുന്നില്ലല്ലോ അല്ലേ? ഞാൻ ശ്രീരാമനല്ലേ. വാ. അതെ, രാമനാമസൊക്കെ കൊള്ളാം, പക്ഷെ സീതയായിട്ടൊരു മിനിമം റൊമാൻസ് ഒക്കെ വെച്ചാൽ മതി. തന്നോട് ഞാൻ പറഞ്ഞല്ലേ സീതയാവൻ. താനായിരുന്നു സീതയ്ക്കുള്ളത്. ഒരു ഹനുമാന്റെ ഹെൽപ്പില്ലാതെ ലങ്കയിലേക്കല്ല ഉഗാണ്ടയിലേക്ക് ഞാൻ വന്നേ. അതെ, ലേഡീസ് ഹോസ്റ്റലിൽ കോസ്റ്റ്യൂമർ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വേണേ ഒന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം. ലേഡീസ് ഹൗസിലേക്കോ? ഓ, ഒരുപാട് മോനെ ഇങ്ങനെ സഹായിച്ച് ഉപദ്രവിക്കണ്ട. എന്തായാലും നാടകം തുടങ്ങാറായില്ലേ? രാമേട്ടൻ ചെന്ന് വില്ലൊക്കെ കൊലക്ക്. നീ എവിടെ പോന്നു? ഞാൻ ഹോസ്റ്റലിൽ പോണു. എടാ നമ്മുടെ ജഡായിന്റെ ചെറുക്ക അവിടെ ഇരിക്കണം, അതൊന്ന് എടുക്കണം. പിന്നെ ദൈവം സെറ്റ് ചെയ്യണം. ഇതെന്താണ് 9 കൊല്ലമുള്ളല്ലോ? അയ്യോ ഓ, ഇത് ഞാൻ തലയായിട്ട് കൂട്ടില്ലട. നീ വിട്ടോ, റെഡിയാക്കോ, സെറ്റാക്കോ. നീ അറിഞ്ഞ നമ്മുടെ ബ്രദർ ജോബി കഴിവ് തെളിയിച്ചതിന്റെ പാർട്ടി നടക്കണം അവിടെ. ആരാണെന്നറിയാമോ? എടാ നിന്റെ ക്ലാസ്സിൽ മറ്റേ കുരിപ്പില്ലേ, അതിനെയും കൊണ്ട് ഇന്റർനെറ്റ് കഫേ പോയെന്ന്. നമ്മുടെ ബ്രദറോ? നീ ഇവിടെ തല എണ്ണി ഇരുന്നോ? അവിടെ കണ്ട പള്ളിയിലച്ചന്മാരെ ഓരോ ഗോളടിച്ചു. അതെ, ഈ സ്റ്റേജ് നമ്പർ 2 എവിടെയാ? നേരെ പോയിട്ട് വലത്തേറ്റത്. എന്താ രുചി? അതവിടെ 2 കുട്ടികൾക്ക് എന്തോ കോസ്റ്റ്യൂം ചേഞ്ച്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താ? Chest number 143, first call. Chest number 143, second call. Final call, cancel. ഞാൻ ഇന്നലെ മുതൽ വിളിക്കുന്നതല്ലേ? വൈഫിന്റെ മരുന്നിന്റെ കാര്യം ചോദിക്കാനാണ്. ഹലോ, എന്റെ സിസ്റ്ററെ, നിങ്ങളിങ്ങനെ നേരം കളയാതെ ഡോക്ടറെ കണക്ട് ചെയ്യേ. ഞാനൊരു കാര്യം ചോദിച്ചു, നീ സത്യം പറയുക. ചോദിച്ചു. നീയും നിവേദിതയും തമ്മിൽ ഇതുവരെയായിട്ടും വേറൊരു തരത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ലേ? കണക്ട് ചെയ്യ്. എടാ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കാനൊന്നും ഇരിക്കില്ല കേട്ടാ. നീ വിശ്വസിക്കണ്ട. പറയടാ, എന്നെ സംബന്ധിച്ചാണ്. അങ്ങനെ ചോദിച്ചാ അപ്പൊ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എവിടെ ഡോക്ടറെ ഞാൻ വിളിക്കാം. ഫുള്ള് കഴിഞ്ഞ? ഫുള്ളൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഹാഫാ? ഏത് ഹാഫാ? ഒന്ന് പടം. ഇത് കണ്ട പെണ്ണുങ്ങൾ ആരുമൊന്നുമല്ല. ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ അങ്ങനെ കേട്ട് നീ സൂഹിക്കണം. എനിക്ക് കേൾക്കാൻ വേണം നിന്റെ കഥ. നീ കേൾക്കണം. സമയങ്ങളായിട്ട്. ഹലോ സിസ്റ്ററെ,
പെട്ടെന്ന് ഓടിക്കയറ. നല്ല ബെസ്റ്റ് സമയത്താണ് നീ വന്നിട്ടുള്ളത്. നിങ്ങൾ മഴയ്ക്ക് മുമ്പ് വഴിയൊക്കെ നന്നാക്കുന്നു പറഞ്ഞിട്ട് എടാ എന്റെ അപ്പൻ നാട്ടുകാരോട് പറഞ്ഞു എന്നെങ്കിലും കാര്യം നടന്ന് കണ്ടിട്ടുണ്ടെന്ന്. പണ്ട് നിന്റെ അപ്പനുള്ള കാലത്ത് എല്ലാവരും കൂടി ചേർന്ന് കോളിലേക്ക് വെട്ടി വഴിയത്. ഇപ്പൊ ഭരണം മാറി അറിയാൻ എന്താവും. അപ്പോ വലിയപ്പ തോക്കണമെന്നാണ് ഏട്ടൻ പറയണേ. അങ്ങനെയല്ലടാവേ, അപ്പനെന്തായാലും അടുത്ത തവണ കേന്ദ്രത്തിലേക്ക് ഒരു പ്ലാൻ ഇടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ MLA കുപ്പായ മിക്കവാറും ഞാനിടേണ്ടി വരും. അപ്പോ പപ്പയ്ക്കും വല്യപ്പയ്ക്കും ശേഷം ടോണി കുഴിക്കാട്ട്. അപ്പൻ എന്തി മോൻ എന്തല്ലേ? അടിപൊളി. അതെന്തായാലും നന്നായിട്ടാ. അല്ലെങ്കിൽ എത്ര കാലം എന്ന് വെച്ചാൽ ഒരാൾ ഒരു ജോലിയും കൂടില്ലാതെ വെറുതെ നാട്ടിൽ കൂടെ നടക്കണ അല്ലേ? അത് വേണ്ട അത് വേണ്ട. രണ്ടു ദിവസമായിട്ട് എങ്ങനെയാ സുഖം തന്നെ മോനെ. രാവിലെ പോന്ന അവിടുന്ന് അകത്തുണ്ട്. ഓടാം കുഞ്ഞല്ലോ, ഞാൻ നിന്നെ നോക്കിയിരിക്കുവായിക്കൊണ്ട് വിശേഷം. എന്തു പറയാനാ, വന്ന് ഇപ്പൊ പേപ്പർ പോലും വായിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അതെന്നെ പറ്റി? ഒരു പിടുത്തവും ഇല്ല. അതെന്നായിരിക്കും കാരണം? ഇപ്പൊ എന്നാ പ്രായമായി? 85 ആയുള്ളൂ. അത്ര അത് കുറച്ച് ശരിയായിക്കോളൂ. നിനക്കും ഈച്ചെല്ലാം കിട്ടല്ലോടാ. അപ്പൊ കണ്ണൊക്കെ കാണാനേ ഈശ മാത്രല്ല താടി കിളർത്തിട്ടുണ്ട്. കാണാം. ഇവിടെ ഉണ്ടായിരുന്ന മിഡിൽ സ്റ്റെം അവിടെ. എത്ര നാളെ തുടപ്പുണ്ട്? വൈനെന്ന് പറഞ്ഞ ആന്റി ഉണ്ടാക്കുന്ന വൈൻ, അതാണ് വൈൻ. ഒരു മിനിറ്റ് മമ്മി, ഒരു വൈനും കൂടെ തരുമോ? ഇതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങോട്ട് തരാ. എന്തായി, ഒരു കൊല്ലം കൊണ്ട് കോളേജിൽ ആരെങ്കിലൊക്കെ സെറ്റായ? ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, പിടിക്കാനെ പുളിങ്കൊമ്പേ പിടിച്ചോളണം. എന്തായാലും മമ്മിക്കൊരാൾ കൂട്ട് വേണം. അതുകൊണ്ട് പിടിക്കുമ്പോഴേ മേലെ ഉള്ളതാവണം, താഴെ പോകരുത് കേട്ടാ. അങ്ങനെ ഒരുപാട് മേലെയുള്ളതൊന്നും വേണ്ട, നല്ലൊരു പെങ്കൊച്ചായ മതി. ഡാ ഇനി മതി കേട്ടോ. 2 കുപ്പി വൈനൊന്നും കുടിക്കാറായിട്ടില്ല ഈ പ്രായത്തില്. ഇവന് 30 വയസ്സെങ്കിലും ആയിട്ടേ കല്യാണം കഴിപ്പിക്കാവൂന്ന് പപ്പ ഉണ്ടായിരുന്നപ്പോ പറയുമായിരുന്നു. പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോ നടത്തിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. മമ്മിയുടെ സെന്റിമെന്റ്സ് ഓണായി. ഇനി ഇതൊരു കണ്ണീർ ചാലാവുന്നതിന് മുന്നേ വണ്ടി തിരി. അബൌട്ട് ടേൺ. എടാ ഗുഡ് നൈറ്റ്. ലെഫ്റ്റ് റൈറ്റ് ഗുഡ് നൈറ്റ്. ലെഫ്റ്റ് റൈറ്റ് ഉറങ്ങി. നീ അധികം നേരം ഇരിക്കണ്ട, നാളെ പള്ളി പപ്പ മേലെ കയറി ആകാശം തൊടാന്നൊക്കെ ചുമ്മാ പറയണല്ലേ. നമ്മൾ കയറുമ്പോ ആകാശം മേലെ കയറുക. പപ്പ ഈ മഴയൊക്കെ എവിടുന്നാ വരുന്നേ? അങ്ങേ അറ്റത്ത് കാണുന്നതാണ് അതിരുമല. കിഴക്കുന്ന് മഴ പെയ്യുമ്പോ ആദ്യം അവിടെയാ പെയ്യ. പിന്നെ കൂനംകുന്ന് താണ്ടി കുറുക്കമ്മലയൊക്കെ നനച്ച് നമ്മുടെ പായൽപ്പാറ കടന്ന് അവിടുന്ന് അങ്ങനെ താഴെയുള്ള ടാങ്ക് സിറ്റിയിലും കയറി പിന്നെ ഒരൊറ്റ ചാട്ടത്തിന് ഇവിടെ എത്തും.
3 പേരും മുഴുവനും കഴിച്ചേക്കണം കേട്ടോ. ജോൺ എം എൽ എ ആയിരുന്ന കാലത്തെ പറ്റി ഇതങ്ങ് കൊടുക്ക്. ഇടവക്കാർ ഇപ്പോഴും പറയും. ചേട്ടാ അപ്പോൾ ഇടട്ടെ. ഭരിക്കുന്നത് ആരാണെങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടത് മേടിച്ചെടുക്കാൻ അറിയായിരുന്നു ജോണിന്. അതച്ഛൻ എനിക്കിട്ടും താങ്ങിയാണല്ലോ. അയ്യോ, ജോസഫ് മോശമാണെന്നല്ല, ജോസഫിന്റെ വേറെ രീതിയല്ലേ. ആ ബീഫ് ഇങ്ങടുത്തേ. അല്ല അവനെന്തി നമ്മുടെ ജോൺ രണ്ടാമൻ. എല്ലാരും ഉള്ളപ്പോ പറയണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഞാൻ നേരത്തെ മാറിയിരുന്നപ്പോ തന്നെ പപ്പയ്ക്ക് കാര്യം മനസ്സിലായത് എനിക്കറിയാം. ഒരു നാടിന് മുഴുവൻ മനസ്സിലാക്കിയാണല്ലേ പപ്പ. നിവേദിത എന്ന പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പപ്പ. ഞാൻ ഒരു ദിവസം ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരാട്ടോ. നമ്മുടെ കൂട്ടരെല്ലാം പറഞ്ഞ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. പപ്പാണ്ടായിരുന്നു പപ്പടുത്ത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ എത്ര പേരോട് പറഞ്ഞല്ലെന്നറിയും. ഒരു ചിമിട്ട മഴ വരുന്നുണ്ടോ അപ്പ? എനിക്ക് ഇന്ന് തന്നെ ചാച്ചന്റെ വീട്ടിലേക്ക് പോകണം. ഞാൻ പോയിക്കോട്ടെ. കോട ഇറങ്ങണേന്നും പറഞ്ഞില്ലേ, പണിയാവും. പോയിട്ട് വരാം അപ്പ. ഇന്ന് രാവിലെ പപ്പ വെള്ളം തെളിച്ച് നീപ്പിച്ചാലും ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വാ അപ്പ, നമുക്ക് ചുമ്മാ കാണാലോ. ഗുഡ് മോർണിംഗ്. പൈസ എന്താടാ കളക്ഷൻ കുറവാളിയോ? കൊറോണ കുറച്ച് പേരോടെ വളഞ്ഞിട്ട് പിടിക്കാൻ മേലെ. തന്നെ വേറെ പണിയൊന്നുമില്ല. മാങ്ങാത്തൊലി. നീ എങ്ങോട്ടീ ഓടണേ? അവളവിടെ തന്നെ കാണുന്നേ. ഓക്കെ. ഗുഡ് മോർണിംഗ്. യാതൊരു പർവ്വതത്തിങ്കലോ ഭക്ഷണം യാതൊന്നുമില്ലാതെ 40 നാൾ ധ്യാനം കൊണ്ട് അവിടെ ഒപ്പടി എത്തുന്ന ചിക്കൻ നോക്കേണ്ട ആവശ്യമില്ല. വരാം. കുഞ്ഞെഴുതോ, ഞാൻ വരുന്ന വഴിക്ക് നിവേദയുടെ വീടിന് മുന്നിൽ വെച്ച് അവളെ കണ്ടിരുന്നു. നിന്നോട് ക്ലാസ് കഴിഞ്ഞ് 4 മണിക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അവളെന്ത് ക്ലാസ്സിൽ വരാത്ത? ആ എനിക്കറിയോ, ചോദിച്ചു നോക്ക്. വാടി. He won't take a chance. He'll go for the TV umpire. എന്തായി? നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കടാ. എടാ അവരവളെ കോളേജിൽ വിടേണ്ട എത്ര ദിവസം പിടിച്ചു വെക്കും? ഒരൊറ്റ കാര്യമുള്ളൂ, നീ സീരിയസ് ആണോ? എടാ നീ സീരിയസ് ആണോന്ന്? സീരിയസ് ആണെന്ന് അറിഞ്ഞൂടെ? ആ എങ്കിൽ പിന്നെന്താ കുഴപ്പം? നീ 4 മണിയാകുമ്പോ അവളെ ഒന്ന് വിളിക്ക്. എന്നിട്ട് കാര്യങ്ങൾ തിരക്ക്. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കടാ. അടുത്ത വഴിയാ? ആ അതെന്ത് വഴി? ഈ പ്രേമം ഒളിച്ചോട്ടം വിവാഹം എന്നൊക്കെ പറഞ്ഞ ഈ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ. ഒളിച്ചോടാനോ? ആ എങ്ങോട്ട്? നീ വെറുതെ ചെറുക്കിനെ മൂപ്പ് കയറ്റി ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടാ. അയ്യടാ അവൻ പറയട്ടെ വേണ്ടെങ്കിൽ വേണ്ടാന്ന്. നിനക്ക് അവളെ വേണോ വേണ്ടോ? ഇപ്പൊ പറ. അവന്റെ മുഖത്ത് നോക്കി പറയടാ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവളില്ലാണ്ട് പറ്റും. കണ്ട പ്രപഞ്ചം വരെ കൂടെ നിൽക്കണത് കണ്ട. എടാ ഈ പ്രേമം എന്നൊക്കെ പറയണതേ ഇവനെ പോലെ അല്ല, ഞങ്ങളെ പോലെ ചങ്കുറ്റുള്ള ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. അല്ല ഇവൻ പറഞ്ഞാലും കാര്യം കണ്ട. അതെന്നെ ഞാനും പറഞ്ഞു. ഇവനാ ഇൻ കേസ് നിവേദിതയുടെ വീട്ടിലൊരു ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മുതിർന്ന ആളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. അതിനിപ്പോ ആരാ? അവർ രണ്ടുപേരും ഏത് നേരം നോക്കിയാലും ഒരുമിച്ചാണെന്നേ. ശരിയാ, എനിക്ക് തോന്നാറുണ്ട്. അല്ല മീര ടീച്ചറുടെ ഡിപ്പാർട്ട്മെന്റിൽ കസേര മേശ ഒന്നുമില്ലേ? ഒരു 5 മിനിറ്റ് കിട്ടി ഉടനെ ഇങ്ങോട്ട് പോരും പരദൂഷണ കമ്മിറ്റി കൂടാനായിട്ട്. പോയേ അതിന് പറ്റിയൊരു കൂട്ടും. കയറി വാ, ഇരിക്കേ. അപ്പൊ കല്യാണമാണ് വിഷയം അല്ലേ? നിനക്കിപ്പോ എത്ര വയസ്സായി? 19.5. അവൾക്കോ? 19 കാണാൻ.
നീ രാജാറാം മോഹൻ റായ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ, ഈ ഐശ്വര്യയുടെ എന്നിട്ട് പോടാടുന്നു. എടാ, ശൈശ വിവാഹമൊക്കെ നിർത്തിയിട്ട് കാലം എത്രയെന്ന് അറിയാം? നീ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ? സബ്മിറ്റ് ചെയ്തോ? ഇല്ല. ആദ്യം പോയി അത് എഴുതി സബ്മിറ്റ് ചെയ്യും. ചിലപ്പോ ക്ലാസ്സിൽ പോ. ഇടം കഴിക്കാം. സർ, ശരിക്കും കല്യാണം കഴിക്കാനുള്ള മിനിമം പ്രായം എത്രയാ? ഞാൻ പറഞ്ഞില്ലടാ. അശോകനെ കണ്ടു. അവൾ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാവോ? ഹേമ, ചില്ലറുണ്ടോ? ഒരു 1 രൂപ കോയിൻ തരൂ. താങ്ക് യു. ഹലോ, ഞാൻ കുഞ്ഞൽതുമാണ്. നിവ്വേ ഒന്ന് പോടപ്പാ. പാകിസ്ഥാനിലേക്ക് പോടാ. എടാ കുഞ്ഞെന്തോ, നീ കാര്യം പറഞ്ഞേ. എടാ, ഒരു കുഴപ്പമുണ്ടായാലും ഓടാനുള്ള വഴി പോലും അറിയില്ലടാ. നിനക്കറിയോ? ഓ, ഇവിടുന്ന് വലത്തേക്ക് പോയൊരു ജങ്കാറുണ്ട്. ബസ്സിന് വന്നാൽ അതാ എളുപ്പം. അവരൊക്കെ ആരാ? അതോ നിവിടെ ചേട്ടന്മാർ. ഇത്രയും സൈസില്ല. നീ വാങ്ങി ഇതെങ്ങോട്ട് വാ. ഇതാണ് അച്ഛൻ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. അമ്മാവനാ ബാബു. സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ വന്നോളൂ. അങ്കിള് പോലീസിലാണോ? 2 ദിവസം ലോക്കപ്പിലായിരുന്നു. അവളാ മുറിയിലുണ്ട്. ചെല്ല്. ഇതെന്താ മേരിക്കോ? ഇവിടെ എങ്ങനെയായിരിക്കും? നിങ്ങളിരിക്കേ. നിങ്ങളല്ല അവന്റെ കൂട്ടുകാര്. ഒന്നുകിൽ നിങ്ങൾ പറ, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ വിളിക്കും. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് പോയാ മതി. അല്ലെ, തീരുമാനം എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു എന്താ പ്രശ്നം. നിനക്കൊന്നും മനസ്സിലായില്ലല്ലടാ. എന്താ കേട്ടോ? എന്റെ മോള് രചിച്ചു പോയി. അവർക്ക് വയറ്റിലുണ്ടായിട്ട് 1.5 മാസമായി. അതിനെ പിഴപ്പിച്ചവരാ മുറിക്കാത്തുള്ളത്.
ഹലോ പപ്പേ ഞാനൊന്നും വരില്ല കേട്ടോ ഹോസ്റ്റലിലാണ് प्यारी കുറച്ച് प्यारी പഠിക്കാനുണ്ട്. अम्मा मेरी मीठे मीठे गीत सुनाती तासा तासा Praise the दूध Lord. पिलाती तरक तरक गागा मीठे मीठे गीत सुनाती तासा तासा दूध पिलाती ഈ ടിൻഡോട് 100 പ്രാവശ്യം ചോദിച്ചാ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എടാ എന്നോടെങ്കിലും തുറന്നു പറഞ്ഞുകൂടായിരുന്നോ അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാ ആയിക്കോട്ടാ എന്താ നിനക്കഴിഞ്ഞ ഇവനെ കൊണ്ട് ചങ്കൂറ്റം കാണിച്ചു കഴിഞ്ഞിട്ട് ചങ്കൂറ്റം കാണിക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ കാണിച്ചല്ലോ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം കിടന്ന് മൂങ്ങിയവരുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ അവനെ മാത്രം കുറ്റം പറയുന്നത്? അവളും കൂടി സമ്മതിച്ചിട്ടല്ലേ? പല്ലിന്റെ ഇട കുത്തി നാറ്റിക്കല്ല എല്ലാരെയും ഇവിടെ വിളിച്ചു വരുത്തിയത്. അമ്മയില്ലാത്ത കൊച്ച അവള് പഠിച്ചൊരു നിലയിലെത്താൻ വേണ്ടിയിട്ടാ ഓരോ ദിവസവും അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. നിങ്ങളാരും അറിഞ്ഞില്ല. ക്ലാസ്സിൽ കയറേണ്ട നേരം മുഴുവൻ ഇവരിങ്ങനെയൊക്കെ ഈ അങ്ങനെ ഒരുപാട് നേരമൊന്നും ഉണ്ടായില്ല അച്ഛാ. 2 മിനിറ്റ് ഉണ്ടായിരുന്നു. ഹലോ ഞാൻ വന്നിട്ട് പറയാം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുഷ്യനിവിടെ തൊലി ഒരിഞ്ഞിരിക്കുമ്പോഴാ. അതെ ഇത് ഈ നൂരാനാണ് നോക്കണമെങ്കിൽ അറിയാലോ, വെറുതെ വഷളാക്കരുത്. ഇപ്പൊ ഞാൻ അവനെ കൊണ്ടുപോകാനായിട്ട് വന്നതാ. പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്, അത് പാലിക്കാൻ എനിക്കറിയാം. വാക്ക് പാലിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ നാറും. ചേട്ടാ, ഉടുത്തിരിക്കുന്ന ഈ മുണ്ടഴിഞ്ഞു പോയാലേ ഞാനതഴിച്ച് തലേ കെട്ടും. വണ്ടി എടുക്കണം. ഇതിലും പതിയെ പോകാൻ പറ്റുമോ? നോക്കാം സാർ. ഒന്ന് വേഗം പോടോ. ഇതെന്താ പാഴം? നിന്നെ കൊണ്ടല്ലോ. എന്താണോ ഒരു അമ്പ് മാതിരി തോന്നിയ അവിടെ? അമ്പല്ല, ബില്ല്. വണ്ടി എടുക്കണോ? The strength of this team. ഒരു വണ്ടി വരുന്നുണ്ട്. മമ്മിയാണെന്നാ തോന്നുന്നത്. നീ ഇവിടെ കോളേജിൽ പോവാതെ കളിയും കണ്ടോണ്ടിരിക്കുക. അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. ഇനി കിഴക്കേതിൽ വല്യമ്മയ്ക്ക് വല്ലതും പറ്റിയോന്ന് ആദ്യം ഓർത്ത്. നീ വന്നേ. കുഴപ്പമൊന്നുമില്ലല്ലോ. വാ. Is an outstanding player. 39 matches he's played now, and we're just about set for this all-important game. It has been a thrill of minutes, and the great Wazimakran is about to start proceedings from the West Lane end. അളിയ, ഒരു കാര്യം ചോദിച്ചാൽ നീ ചൂടാവോ? നിന്റെ ഷർട്ട് എനിക്ക് പാകാവോ?
അല്ലളി ഇന്നലെ മുതൽ നന്നായിട്ട് വേർത്തല്ലേ, നല്ല സ്മെല്ലുണ്ട് അതാ. എടാ നിന്നെയൊക്കെ വിശ്വസിച്ചിട്ടല്ലടാ ഞാൻ അവനെ നിന്റെ കൂടെ വിട്ടത്. എല്ലാരും കൂടി ഓടിക്കന്നെ ചതിച്ചല്ലേ? നിമ്മി, നീ എന്തായി കാണിക്കുന്നേ? നീ അതേക്ക് പോയ ഇവനും അറിയായിരുന്നു. ബഹളം വെക്കരുതെന്നല്ലേ പറഞ്ഞത്? നാട്ടുകാര് കേൾക്കും. ഒന്ന് പുറത്തേക്ക് വന്നേ. നീ വരണ്ട, നിങ്ങൾ വാ. കളിക്കോ? ഇല്ല. അവളുടെ പേരെന്നാ? നിവേദിത. ആ, അവളുടെ വയറ്റിൽ കിടക്കുന്ന വാശി അവൻ തന്നെയാണോ? ടോണി ചേട്ടാ, അവര് തമ്മിൽ നല്ല ഇഷ്ടത്തില. ആ ഇഷ്ടം കോളേജിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവന് ഉറപ്പുണ്ടോ ഇത് അവന്റെ ആന്ന്? അല്ല ചേട്ടാ, ഞങ്ങൾ പറഞ്ഞ സത്യ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പെങ്കൊച്ചൊന്നല്ല അവള്. നിനക്കറിയാലോ, ഇത് അവനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഫാമിലി അല്ലേ, അപ്പുറത്തുള്ളവന്മാരാണ് ഇന്ത്യയിൽ കിട്ടാൻ കാത്തിരിക്കുക. ഇവിടെ വെച്ചിട്ടുണ്ടായത് ഇവിടെ വെച്ച് തീർത്തേക്കണം. പിന്നെ ചാച്ചൻ വാക്കൊടുത്ത പോലെ അവരുടെ കല്യാണം, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. ഇപ്പൊ നമുക്ക് ഇതങ്ങ് തീർക്കാം. നീയൊന്ന് അവരോടൊന്ന് സംസാരിക്കും. നമുക്കിതങ്ങ് അബോട്ട് ചെയ്തേക്കാം. ഡോക്ടർ ഷേനായിയെ കാണാൻ. എന്തായാലും പ്രശ്ന പരിഹാരത്തിന് ജോസഫ് സാറ് മോനെ ഏൽപ്പിച്ച പണി വേണം. അല്ല, ഒരു നേതാവ് ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. എടാ, നിനക്കറിയാൻ പാടില്ലേ, നമ്മളും കോളേജിൽ പഠിക്കും ഇതിനേക്കാളും വലിയ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടാരും പെട്ടൊന്നുമില്ലല്ലോ. അനിയനായി പോയില്ലേ? അല്ല സാറേ, ഇത് ഒഴിവാക്കി വെച്ചു ആ പിള്ളേരോട് പറഞ്ഞ പോലെ സാറിന് അനിയനെ കൊണ്ട് അവളെ കെട്ടിക്കാനാണോ പരിപാടി? എടാ, നമ്മൾ എവിടെയെങ്കിലും വാക്ക് പറഞ്ഞ കാര്യം നിറവേറ്റിട്ടുണ്ടാ? അതില്ല, ശരിക്കും ഇങ്ങോട്ടൊന്നും കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഡോക്ടർ ബച്ചില്ലേ, മേഴ്സി, അവരായിരുന്നു ബെസ്റ്റ്. 5 മാസം കഴിഞ്ഞാൽ പിന്നെ ഓരോ മാസം 10,000 വെച്ചാ മേടിക്കുന്നത്. പക്ഷെ ഒരു കുഞ്ഞു പോലും പുറത്തറിയത്തില്ല. ഇതിപ്പോ അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ലല്ലോ, ചുരുങ്ങിയ കാശിന് കാര്യം നടക്കണം. എടാ, നിനക്ക് എന്നാത്തിന് കേടാ നാട്ടുകാരോട് ചെറിയിക്കാനിട്ട്? അവന്റെ ചാച്ചന്റെ നിർബന്ധം നീ ഡോക്ടറെ തന്നെ കാണിച്ചാൽ മതി. പിന്നെ വളർത്താനല്ലല്ലോ, കൊല്ലാനല്ല. നിവേദിത, രണ്ടാളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ, ഡോക്ടർ ഒട്ടിയിലാണ്. ഞാൻ ഡോക്ടറിൻ്റെ ജൂനിയറാണ്. ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്, അബോർട്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? എല്ലാരും കൂടെ പറഞ്ഞപ്പോ. അപ്പം നിങ്ങളുടെ തീരുമാനമല്ല. ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രായം നിങ്ങൾക്ക് ആയിട്ടില്ല എന്ന് ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ടാവും അല്ലേ? ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്നൊന്ന് ഡിസ്കസ് ചെയ്യും. വീട്ടുകാരുടെ കൺസേൺ എന്താണെന്നും നിങ്ങളുടെ തീരുമാനം എന്താണെന്നും തുറന്ന് സംസാരിക്കുക. ശരിക്കൊന്ന് ആലോചിക്കുക. ഓക്കെ ഡോക്ടർ, ഇങ്ങനെ ചെയ്യുമ്പോ കുഞ്ഞിന് വേദന എടുക്കും? ഉള്ളിലുള്ളതൊരു ജീവനാണ്. ഓവറിലേക്ക് ട്യൂബ് ഇറക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അതുങ്ങൾ ഒഴിഞ്ഞു മാറും. കൊല്ലാൻ വരുന്നവന് ജീവനുകൾ ആർക്കാ പേടിയില്ലാത്ത?
അബോർഷന്റെ കൺസെന്റ് ഫോം ആണ്. ഇവിടെ സൈൻ ചെയ്തോളൂ. തിയേറ്റർ എവിടെയാണ്? ആ ബില്ലിന്റെ അവിടെ നിങ്ങൾ സൈൻ ചെയ്ത പേപ്പർ കൊടുക്കണം. തോണിച്ചേട്ടാ, ഞാനത് സൈൻ ചെയ്തില്ല. ഇത് ഞങ്ങളുടെ കുഞ്ഞാ, ഇതിന് ഞങ്ങൾക്ക് വേണം. വെള്ളപ്പത്തിന് കാണിച്ചിട്ട് മാത്രം പറയുന്നുണ്ടോ നീ? തോണിച്ചേട്ടാ, ഇത് എന്റെ തീരുമാനം. ഇത് ഞാൻ മാറത്തില്ല. ആളെ കൂടി നാടകം കളിക്കാ. ഞങ്ങളെ പറിപ്പിച്ച് ഇവനൂടെ പോവാനാണെങ്കിൽ തീർത്ത് പറയാൻ കൊണ്ടല്ലോ നടക്കേല. ഇത് എന്റെ ജീവിതം. എനിക്ക് ഇങ്ങനെ എനിക്ക് ജീവിതം ഉണ്ടായത്. സ്വന്തം ജീവിതത്തെ കുറിച്ച് അവൻ അത്രയ്ക്ക് ധൈര്യമുണ്ടേ അവൻ ഇനി അവളുടെ കൂടെ തന്നെ ജീവിക്കട്ടെ. നമ്മളുടെ കൂടെ പോട്ടെ. വാ. ഇവനീ പറഞ്ഞത് ഇവന്റെ മാത്രം തീരുമാനമാണോ, അതോ അതിന് നിന്റെ കൂടെ ഉറപ്പുണ്ടോ? നിന്നോട് ആലോചിച്ചത്. ഈ മമ്മിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് പറയില്ലല്ലോ. നമുക്ക് ഇവിടെ കൊണ്ട് നേരെ നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നാലോ? വല്യപ്പച്ചനും ടോണിച്ചേട്ടനും പറയുന്ന അപ്പുറത്തേക്കും മമ്മിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താനേ പെയ്തു തീരാതിങ്ങനെ മേഘം കാത്തു നിൽക്കും എന്തിനേ? മിണ്ടരുത്, മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എന്റെ കൂട്ടുകാരല്ല അവര്. അച്ഛൻ ഒരൊറ്റ രാത്രി ഇതേ കുറിച്ച് പറഞ്ഞാൽ നിന്റെ മുട്ടുകൾ തഞ്ചൊടിക്കും ഞാൻ. മൂത്താപ്പ നേരത്തെ പോയി, ഞാൻ കട പൂട്ടിപ്പോ വന്നുള്ളൂ. എടാ റൂം എന്തായി? പിടിക്കടാ. അതെ, ബ്രെഡും ബിസ്ക്കറ്റും അവിടെ ഇരിക്കുന്നുണ്ട്. വെച്ച് കൊടുത്ത് വെച്ചോട്ടോ. പിന്നെ വേറൊന്നുമില്ല, എല്ലാം ഓക്കെ. ഇരിക്കൂ കുട്ടി, നിൽക്കില്ലേ? എടാ ഞാനേ നാളെ സുബൈക്ക് മുമ്പ് ഒന്ന് വിളിക്കാം. വാ അടക്കി നോക്കടാ, വേഗം അടച്ചോ. ആരും കാണണ്ട. തൽക്കാലം ഇവിടെ ഇരിക്കും. ഇനി വെയിലത്ത് നടക്കണം. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാം. ഇത് വായിച്ചു. കാണിച്ചൂട്ടിയതൊക്കെ വലിയ ഹീറോയിസം ആണെന്നാണോ വിചാരിക്കുന്നത്? എടാ, ഡിഗ്രിക്ക് പഠിക്കാൻ വിട്ട 2 പിള്ളേര് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കും.
അവരുടെ വീട്ടുകാർ നാട്ടുകാരുടെ മുമ്പിൽ എന്തുമാത്രം തല താഴ്ത്തേണ്ടി വരുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ ഇപ്പോൾ എൻ്റെ പെണ്ണാണ്, ഞാനിനി മാറില്ല. നീ ആരാ നടന്നിന്റെ വിചാരം? എടാ, വീട്ടുകാരെ ധിക്കരിച്ച് ഒരു പെണ്ണിന്റെ കൈ പിടിച്ചിറങ്ങുമ്പോൾ നാളെ അവളെ പോറ്റാനുള്ള എന്തെങ്കിലും ഒരു ജോലി നിനക്കുണ്ടോ? അത് ആലോചിച്ചിട്ടുണ്ടോ? കൊച്ചിനെ വളർത്തുന്നൊക്കെ നീ വലിയ വീരവാദം മുഴക്കിയല്ലോ. എടാ, ഒരു പ്രസവത്തിന് ആശുപത്രി കയറിയുള്ള ചെലവെത്ര എന്ന് നിനക്കറിയോ? അതുപോട്ടെ, അതൊക്കെ പിന്നത്തെ കാര്യം. ഇപ്പൊ തൽക്കാലം ഇവിടെ ചെലവിനുള്ള കാശെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? നീ എന്ത് കണ്ടിട്ടടി ഇവന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? എവിടെ പോണു നീ? അടുത്ത ലോഡ്ജിലേക്കാ. ഇരിക്കടാ അവിടെ. ചായ കുടിക്ക. കുടിക്കാൻ. സർ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ തപ്പിട്ടല്ലേ വീടൊന്നും കിട്ടാത്തത്. ഞാനൊന്ന് നോക്കട്ടെ. നീ ചെന്നാ ഗേറ്റ് ഒന്ന് തുറന്നേ. ഇതാരുടെ വീടാ സർ? ഇതെന്റെ വീട്. ആ, സാറിനതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്റെ വീടിന്റെ ഗേറ്റ് തുറക്കുന്നത് എനിക്കെങ്ങനെ ബുദ്ധിമുട്ടാകുന്നത്? അതല്ല, നാട്ടുകാരെ നാട്ടുകാരെ അറിഞ്ഞാലേ എനിക്കെന്താ? നീയല്ലേ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. ചെന്ന് ഗേറ്റ് തുറക്ക. അതാണ് നിവേദിതയ്ക്കുള്ള മുറി. ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വേണ്ട വേണ്ട, അതൊക്കെ കുഞ്ഞലത്തോ ചെയ്തോളൂ. നീ പോയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യും. അതിനുള്ള സാധനങ്ങളും ബെഡ്ഷീറ്റും ഒക്കെ അവിടെ ഇരിക്കും. മോളിരിക്കും. എന്തായി, കഴിഞ്ഞോ? എന്നാ നിവേദിത റൂമിലേക്ക് പോയിക്കോളൂ. കുടിക്കാനുള്ള വെള്ളം ഞാൻ ഇവന്റെ കൊടുത്തേ. സാറേ, ഞാൻ ഇവിടെ രാത്രി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തിനാ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അല്ല, അതല്ല എൻ്റെ ഒരു മര്യാദ. പെണ്ണിന് 2 മാസമായപ്പോഴാണ് അവന്റെ മര്യാദ. നീ ആ മുറി കിടന്നാ മതി. ചെല്ല്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ സമാധാനമായിട്ട് ഇവിടെ കിടന്നുറങ്ങി ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തോളാം. വരുന്നു. നേരത്തെ വന്നോ? ലൈബ്രറി പോണോന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും പോയില്ല. നിങ്ങൾ വന്ന ഒരു കാര്യം പറയാം. ഇത് കണ്ടോ, ഒരു പുതിയ ഇഡ്ഡലി കുക്കർ. മരുന്ന് കഴിക്കണ്ടപ്പോ ടെൻഷൻ ആവണ്ട, വറി സാർ നോക്കൂ. നല്ല മുറിയായിരുന്നല്ലേ സാർ? സാർ വാ, വന്ന് ചായ കുടിക്കും. അല്ല സാർ, ചായ ചായ ഒരു ബുദ്ധിമുട്ടാണ്. ചായ വേണം സാർ. ചായ കുടിക്കൂലേ? ചായ കുടിക്കണം. അത്താഴവും ഉണ്ടി വരും. പിന്നെ അത്താഴം ഉണ്ട വീട്ടിൽ ഉറങ്ങണമെന്നാ.
ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വേഗം രണ്ടാളും. സാറെന്താ പറഞ്ഞേ? ആ ഇപ്പൊ എന്തായാലും പോയി ചായ കുടിക്കാം. ബാഗ് ഇവിടെ ഇരിക്കട്ടെ. ആ വാ വാ ഇരിക്കേ. വെൽക്കം ഹോം. ഗുഡ് ഈവനിങ്. ഇതെന്താ ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നും ഇപ്പൊ എടുക്കാം, കുറച്ചുകൂടെ ഇപ്പൊ എടുക്കാം. ഇല്ല മോളെ ഇരിക്കും, ഞാൻ എടുത്തോണ്ട് വരാം. അതെ, മോളുടെ പേരെന്താ? നിവേദിത. ആ, കുഞ്ഞിലത്തോടെ പേര് എനിക്കറിയാം കേട്ടോ. ഫേമസ് അല്ലേ? ആ, നിവേദിത മോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കോ പറയോ മറ്റോ ചെയ്തോ? ഇല്ല, വിളിച്ചില്ല. അത് സാരമില്ലെന്നേ, ഞങ്ങൾക്ക് തന്നെ ആദ്യം എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നെന്നറിയോ. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടേ എന്തും ചെയ്യും. അതെ, പക്ഷെ നിങ്ങളുടെ പോലെയല്ല, എന്നാലും പാവങ്ങളുടെ കുഞ്ഞൽതോ. മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയായിക്കോളൂ. നീ കുഞ്ഞൽതൊക്കെ ഒരു ജോലി കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ ജോലിക്കൊന്നും പോണ്ട, പഠിത്തത്തിലുള്ള ശ്രദ്ധ കുറയുന്നു. നീ അത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പൊ തന്നെ ജോലിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഞാനെന്തോ എടുക്കാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എടുക്കാട്ടോ. ചായ കുടിക്കും. എന്നെയാടാ വരുവാ. നല്ല വരല്ലേ? എന്നെ വിളിച്ചേ മോനൊന്ന്. ആ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് കാലത്ത് എന്താ കുടിക്കാൻ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല സർ. പാലൊഴിച്ച ചായ കുടിക്കൂ? കുടിക്കാം സർ. എന്നാ വേഗം പോയി പാല് മേടിച്ചോണ്ടോ. ചെല്ല്. എല്ലാ ദിവസം രാവിലെ എന്നെ കൊണ്ട് ഇതുപോലെ ഒന്ന് വിളിപ്പിക്കാൻ നിൽക്കണ്ട. ആ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ പാൽപാത്രം ഇരിപ്പുണ്ടാവും. നീ ഒരു 6:30 പോയി പാല് വാങ്ങിക്കണം കേട്ടോ. എടാ, നടന്നു പോണ്ട, നീ എന്റെ സൈക്കിൾ എടുത്തോ. അല്ല സാറേ, എവിടുന്ന് വാങ്ങിക്കണ്ടേ? ഈ ഗേറ്റ് കിടന്നിട്ട് വലത്തോട്ട് നേരെ ചവിട്ടിക്കും. കുറെ കഴിയുമ്പോൾ നല്ല ചാണകത്തിന്റെ മണം വരും, അത് തന്നെ വരും. കേട്ടോ, ഗീവറീസ് പറയണോ മോനു എന്ന് പറയണോ? സാറേ, സാറേ, മോനു സാറിന്റെ വീട്ടിൽ നിന്നാ. ആരുടെ? കോളേജ് പഠിപ്പിക്കുന്നില്ലേ, ഗീവറീസ്. അങ്ങേർക്ക് അങ്ങനെ ഒരു പേരുണ്ടാ? ഞങ്ങളൊക്കെ വിളിച്ചിരുന്നതേ വട്ടൻ സാറെന്നാ. ഇന്നലെ ടീച്ചർ വിളിച്ചായിരുന്നു. നീയാണല്ലേ ആ പെങ്കൊച്ചിന് വയറ്റിലുണ്ടാക്കിയ പയ്യൻ? ആ, എന്തൊരു അഭിമാനം. ഇപ്പൊ എത്ര മാസമായടാ? 2.5. എന്തായാലും ഈ പ്രായത്തിൽ നീ ഒരു കൊച്ചിന്റെ തന്തയാവാൻ പോവല്ലേ. ഒരച്ചുണ്ടിരുന്നു. കിട്ടിയോ? സാറ് ചായ കുടിക്കുന്നില്ലേ? ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കുടിച്ചോളാം, നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോ. മോളെ, ഇതിനൊക്കെ വെറുതെ വെള്ളമൊഴിച്ച് കളയണ്ട. അല്ല, ടീച്ചർക്ക് ഇപ്പൊ സാറിന്റെ കൂടെ പോയിരുന്നില്ലേ? ഞാനിന്ന് ഹാഫ് ഡേ ലീവാ. ഇവിടെ സ്കൂളിൽ ഒരു സെമിനാർ ഉണ്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇതെന്താ മാമ്പഴമൊക്കെ ഉണ്ടല്ലോ കയ്യില്? നിലത്ത് കിടന്ന 2 പച്ച വാങ്ങി. നിനക്ക് ഈ അടുക്കള ജോലിയും ചെയ്ത് നടക്കുന്ന നേരം കൊണ്ട് കോളേജിൽ പോയി. ഞാനും പറഞ്ഞ സർ, എന്തിനാ വെറുതെ രണ്ടുപേരുടെയും പഠിത്തം കളയുന്നത്? പിന്നെ പ്രിൻസിപ്പലിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങേർക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നെ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുമെന്ന് നിനക്കൊരു പേടി ഉണ്ടാവും അല്ലേ? അത് നീ പേടിക്കണ്ട, അവർ ഇൻസൾട്ട് ചെയ്യും. ഒന്ന് ചെറുതാക്കി എരിയെടുത്ത് മനുഷ്യന് തന്നെ ഉള്ളതല്ലേ. ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവൂടാ, പിന്നെ അത് മാറിക്കോളും. ഏതായാലും നീ പഠിപ്പ് കളയണ്ട. തേങ്ങ തെരുവ് കഴിഞ്ഞില്ലേ? ഒരു മുറി കൂടെ ഉള്ളു. ഇപ്പൊ എത്ര നേരമായി? പെട്ടെന്നാവട്ടെ.
നീ ഇവിടുത്തെ വിശേഷങ്ങൾ മുഴുവൻ ഈ കോളേജിൽ വിളമ്പാൻ നിൽക്കണ്ടേട്ടാ. ആ നീ എന്താ കളിക്കണ? സാറേ വല്ലാണ്ട് ചെറുതായി പോയ. ഏയ് ഊരിയതാണല്ലേ? അല്ല അളിയ നോക്കി ആരോ വന്നാക്കേ നോക്കി. നീ ഇല്ലാത്തോണ്ട് എല്ലാരും കൂടി ഞങ്ങളുടെ മെക്കട്ടേക്ക് കയറിക്കൊണ്ട്. നീ എന്തായാലും വരാനുള്ള ധൈര്യം കാണിച്ചല്ലോ, നന്നായി അളിയാ. ദൈവമേ, അവന്മാര് മുകളിലിരിക്കേണ്ട നീ വെറുതെ ചൂടാവാൻ നിൽക്കേണ്ട, മൈൻഡ് ചെയ്യേണ്ട നേരാണോ? അതിന്റെ മോണിറ്റർ രണ്ടോ കൊടുത്താലോ? അത് കുഴപ്പമില്ല, അവര് പറഞ്ഞു വേണ്ടട്ടോ. ചെയ്തിട്ടല്ലേ. കോളേജ് പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഒരു വിത്ത് കാള. അയ്യോ, അവനെ കളിയാക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് നിനക്കുള്ളതെന്ന് എനിക്കറിയാം. നിനക്കൊരു വിചാരമാണ് നീ കോളേജിലെ വലിയ തേങ്ങയാണ്, കളിയാക്കാൻ നടക്കും. ക്ലാസ്സിൽ പോടാ. നിവേദിത, കോളേജ് മാഗസിനിൽ എഴുതിയ കഥ ഞാൻ വായിച്ചു കേട്ടോ. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാനും വായിച്ചോട്ടോ. എൻ്റെ ക്രാഫ്റ്റ് കുറച്ചുകൂടെ ശ്രദ്ധിക്കാനുണ്ടേ. മോളെ, മോക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിക്കോ. ഈ മനുഷ്യൻ പറയുന്ന പോലെ എഴുതി രക്ഷപ്പെട്ട ഒറ്റ ആളെ എനിക്കറിഞ്ഞൂടാ. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. കഴിച്ചു കഴിഞ്ഞിട്ടൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. സാറേ ഇരിക്കടാ. നാളെയാണ് ആദ്യത്തെ സ്കാനിങ് അല്ലേ? എപ്പോൾ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്? രാവിലെ തന്നെ എല്ലാം പറഞ്ഞു. മൂന്നാമത്തെ ചീട്ട. ഓ, അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം. നിങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ കോളേജിലേക്ക് പോയിക്കോളാം. ആദ്യത്തെ സ്കാനിങ് ഒരു സംഭവമാണ്. അത്രയൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. അത്രേ കണ്ടിട്ടുള്ളൂ. ഒരു ദിവസം മഴയത്ത് ഞാനിവിടെ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു കുടയായിട്ട് ഓടി ഇറങ്ങി വന്നത് സ്റ്റെപ്പിൽ തെന്നി അടിച്ച് വീണു. 4 മാസമായിരുന്നു. നാളെ ബ്രേക്ക് ടൈമിൽ ഞാൻ സ്റ്റാഫ് റൂമിലുണ്ടാവും. നീ വിളിക്കണം. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞെന്ന് പറയണം. മറക്കോ നീ? വിളിക്കാം സാർ. ഇത് കയ്യിൽ വെച്ചു. വേണ്ട സാർ, ഇപ്പൊ തന്നെ സാർ ആവശ്യത്തിലധികം ചെയ്യുന്നുണ്ട്. നാളത്തെ കാര്യത്തിന് ഞാൻ വേറെ എങ്ങനെ ഒപ്പിച്ചോളാം സാർ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്കും മീരക്കും വേറെ മക്കളൊന്നുമില്ലടാ. നോക്ക്, കുഞ്ഞിന്റെ ആന്റിയല്ല. നിവേദിതയുടെ കൂടെ ഒന്ന് താരാ. ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഡോക്ടർ. ആ, വാ വാ. ദാ അവിടെ ചെറിയൊരു മിടുപ്പ് കണ്ടോ? അതാ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്. കുറച്ചു മുമ്പ് ഞങ്ങൾ കൈ കണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ ആളങ്ങോട്ട് പിടി വരുന്നില്ല. വികൃതിയാ. നോക്കി ദേ, അതാ കുഞ്ഞിന്റെ കാല്. കാണുന്നുണ്ടോ? ഇതെന്റെ കുഞ്ഞാണോ ഡോക്ടർ? പിന്നല്ലാണ്ട് എന്റെ അല്ല. സ്കല്ലിന്റെ ഇമേജ് ഇവിടെ കിട്ടുമെന്ന് നോക്കട്ടെ. യെസ്.
അതാ കക്ഷിയുടെ തല. ശരി, 10 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യോ, ഞാൻ റിപ്പോർട്ട് റെഡിയാക്കാം. ഡോക്ടർ ഒരു 3 കോപ്പി കിട്ടുമോ? 3 ഒരുപോലെ ഇരിക്കൂ. ശരി, പുറത്തോട്ട് നിന്നോളൂ, ഞാൻ നിവേദിത വിടാം. കണ്ടില്ല കണ്ടില്ല. മോളെ, അച്ഛന് വയ്യാതിരിക്കുന്നോണ്ട് മാത്രം കേട്ടോ ഞങ്ങളൊന്ന് പോകുന്നേ. ഏതായാലും അടുത്ത മാസമല്ലേ ഡേറ്റ്, അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങെത്തും. ശരി, പോയിട്ട് വരട്ടെ. ശരി. ഞാൻ ആലോചിക്കായിരുന്നു, എന്നെയും കൊണ്ട് ചെല്ലാന്ന് പപ്പയോട് വാക്ക് പറഞ്ഞല്ലേ. നമ്മുടെ ആള് വരുന്നതിന് മുമ്പ് ചെന്നൊന്ന് അനുഗ്രഹം വാങ്ങിക്കണ്ടേ? മമ്മിയെ പറ്റി ഓർത്ത് പാപ്പ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ടോണി ചേട്ടനൊന്നും ആറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. മമ്മി ഒരിക്കലും തനിച്ചാവില്ല പാപ്പ. കൂട്ടറാപ്പ. പോടാ. നിധി, പത്രം എടുത്താൽ മൊത്തം അപകടങ്ങളേ ഉള്ളൂ. എടാ, ഇത് എങ്ങോട്ടാണ് ഈ വെളുപ്പാകാലത്ത്? എന്തോന്നാ? ഇവൻ എന്റെ തങ്കത്ത് കയറ്റുവോ? ഇത് ആൾക്കാരിങ്ങനെ ഇരുത്തിട്ട് ഉന്തിക്കൊണ്ടു പോണത്. ആയിക്കോട്ടെ, എടുക്ക്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തായിരുന്നു ഡേറ്റ് പറഞ്ഞത്? ഈ വരുന്ന 9-ന്. സിസ്റ്റർ, ഡോക്ടർ എവിടെ സിസ്റ്റർ? ഡോക്ടർ റൗണ്ട്സിന് പോയി. ഇവിടെ ഒരു പെങ്കൊച്ച് പെറാൻ കിടക്കണോ ഡോക്ടർ റൗണ്ട് അടിക്കാൻ പോയേക്കണേ? ഇവർക്കൊരു ഉത്തരവാദിത്വല്ലേ? നിങ്ങളല്ലേ ഹസ്ബൻഡ്?
ഈ 10 പൈസയുടെ വിവരമില്ലാത്ത പിള്ളേരെയും വെച്ചിട്ടാണോ നിങ്ങൾ ഈ പെങ്കൊച്ചിനെ പ്രസവത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്? മോന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞേ വല്ല പെണ്ണുങ്ങളോടും വരാൻ പറ. പുറത്തെ പോലെ നീ വന്നേ. എടാ നമ്മൾ സംസാരിക്കണേല് എന്തൊക്കെ ഒരു ഫോൾട്ട് ഉണ്ട്. ജിൻഡോ ഓ എടാ നിങ്ങൾ ആ മിൻഷെടുത്തൊക്കെ നിങ്ങൾ വരാൻ പറയും. ഗീവർസ് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നിങ്ങളത് അവരോട് വരാൻ പറ. നമുക്ക് മമ്മിയും കൂടി ഒന്ന് വിളിച്ചു പറയണ്ടേ? നിങ്ങൾ ചെല്ലു. എഴുതുമല്ലേ? ആ ഡോക്ടർ. വാട്ടർ ബ്രേക്ക് ആയെങ്കിലും കോൺട്രാക്ഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 36 വീക്സ് ആവത്തുണ്ട്. ഫ്രീ ടൈം റപ്ചറാണ്. പെയിൻ തുടങ്ങി ഡയലേഷൻ നന്നായിട്ട് പ്രോഗ്രസ് ചെയ്താൽ നമുക്ക് ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ? ഡോക്ടർ എന്താ പറഞ്ഞേ? എടാ കോൺട്രാക്ഷൻ വരണം, അതുവരെ വെയിറ്റ് ചെയ്യണം. നിങ്ങളൊന്നും അധികമില്ല. ഇവരെന്തേ കാണിക്കണേ? ഡോക്ടർ വന്നേ ലേറ്റ് ആയിട്ട്. ഇതൊക്കെ ഇനി എപ്പോ വരാനാ? അടുത്ത തവണ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാ. ഞങ്ങൾക്ക് ഇനിയിപ്പോ ആര് കൊണ്ടുവരാനാ? എടാ പെയിൻ വരണം, അതാ ഉദ്ദേശിക്കണം. എടാ പെയിൻ വരാത്തിന് നീ തന്നെ ടെൻഷൻ അടിക്കണേ. അവൾക്ക് പെയിൻ വരാതെയില്ലേ നീ നോക്കണ്ടേ? അല്ലേ അല്ലേ? അതെ. കുഞ്ഞല്ലോ അകത്തേക്ക് വാ. ഷീ ഹാസ് ഡയലേറ്റഡ് എനഫ്. നമുക്ക് ലേബർ റൂമിലേക്ക് മാറ്റാം. ഇവരാക്കണ്ടേ? നേരം വൈകിയില്ലേ? ഇവരെ വിട്ടിട്ട് വരട്ടെ? ഞങ്ങൾ പോയിക്കോട്ടെ കുഞ്ഞല്ലോ. പോട്ടെ. ശരി. നീ ഒറ്റയ്ക്കിരിക്കില്ലേ? നീ ഇവർ കൊണ്ടാക്കിട്ടോ. പോയിട്ട് എന്താ? എൽഡോ അകത്തേക്ക് വാ. ഞാൻ ഡോക്ടറെ വിളിക്കാം. നമുക്കൊരു നോർമൽ ഡെലിവറി ബുദ്ധിമുട്ടായിരിക്കും. യു ഹാവ് ടു ഗോ ഫോർ എ സി സെക്ഷൻ. സി സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഉണ്ടോ? അതെ. ബ്ലഡ് ഡോണേഴ്സ് റെഡി അല്ലേ? ബ്ലഡ് ഡോണേഴ്സിനായിരുന്നു. ഡോണറുടെ ഫുൾ ടൈം വേണമെന്ന് ആരും പറഞ്ഞു തന്നില്ലേ? ഇത് കുട്ടിക്കളിയല്ല. നിങ്ങളുടെ പാരന്റ്സ് ഒന്നുമില്ലേ? ആ കുട്ടി അച്ഛൻ വന്നോന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഞ്ഞിന്റെ ഹെഡ് ഇറങ്ങുന്നില്ല. ഹാർട്ട് ബീറ്റിംഗ് ഫ്ലക്ച്വേഷൻ. കുറച്ചു നേരമായില്ലേ? നിങ്ങൾ ഡോണർ ആരെയെന്ന് വെച്ചാൽ കൊണ്ടുപോകാം. എനിക്ക് പേടിയാവാ കുഞ്ഞല്ലോ. എനിക്കെന്ത് സംഭവിക്കാൻ പോണ പോലെ.
ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ വി മേ ലൂസ് ദ ബേബി. അമ്മയ്ക്കും അപകടം. Baby is not crying. കുഞ്ഞിന് അനക്കമില്ല. Bag and mask. Squeeze 2, 3. Squeeze 2, 3. Squeeze. 1 and 2 and 3 and squeeze. 1 and 2 and 3 and squeeze. കുഞ്ഞിന് മഴയെ പേടിയാണോ? ഈ മഴ എന്താ പെയ്യാത്തെ? മഴ മാത്രമല്ല, ഇടിയും മുഴക്കും ഒക്കെ കേൾക്കും. പക്ഷേ എൻ്റെ കുഞ്ഞു പേടിക്കരുത്. കണ്ണടയ്ക്ക്. മിഴിക്കോണിൽ കടൽ നീലയ്ക്കാതീ നേരം. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒപ്പുവെക്കാൻ ഒരു പേന എടുത്തിട്ടുള്ളവർക്കറിയാം ആ കുഞ്ഞു വരയ്ക്ക് എത്ര വിലയുണ്ടെന്ന്. പേനത്തുമ്പിനും പേപ്പറിനും ഇടയിലുള്ള ഒരൊറ്റ നിമിഷത്തെ തീരുമാനം. ആ തീരുമാനമാണ് പിന്നെ നമ്മുടെ ജീവിതം. അത് വെറും വരകളല്ല, നമ്മുടെ വിരലുകൾക്കുള്ളിലിരുന്ന് ഹൃദയത്തിനുമേൽ ദൈവമിടുന്ന കയ്യൊപ്പാണ്. മിഴിക്കോണിൽ കടൽ നീലയ്ക്കാതീ നേരം. ഒരുപാട് അങ്ങോട്ട് പോകണ്ടടാ. കുഞ്ഞൽദാ ഇങ്ങ് വന്നേ. ഓ അപ്പാന്ന് വിളിയടാ. നോക്കിയോട്ടെ. എന്തോ സെറ്റപ്പല്ലേ? ഓ സെറ്റപ്പാട്ടോ. ഇപ്പൊ ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ പൊളിയായിരുന്നില്ലേ അപ്പാ? നിനക്ക് മഴ കേൾക്കണോ? മഴ പെയ്താലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നീ കണ്ണടച്ച്. അപ്പ എന്നെ ഇവിടെ ഇട്ടിട്ട് ഓടുവോ? കണ്ണടക്കണ.